സ്മാർട്ട് സിറ്റി ഷട്ടറിടുമ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലം കേരളം ഭരിച്ച LDF സർക്കാരിന്റെ പിടിപ്പുകേട് കൂടിയാണ് ചർച്ചയാവുന്നത്. കേരളത്തിന്റെ അഭിമാനമായ പദ്ധതി എന്നേക്കുമായി അവസാനിക്കുകയാണ്. സ്മാർട്ട് സിറ്റി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ അകമ്പടിയായി ചില വിവാദങ്ങളും തലപൊക്കി കഴിഞ്ഞിരിക്കുകയാണ്. നഷ്ടപരിഹാരം അങ്ങോട്ട് നൽകി ടീകോമിനെ പദ്ധതിയിൽ നിന്നും പുറത്താക്കിയത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. വികസന വിരോധി എന്ന പേര് കേട്ടിട്ടും കരാർ ലംഘനമുണ്ടായാൽ നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ടാക്കിയ VS അച്യുതാനന്ദൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കാണ് ഇക്കാര്യത്തിൽ 100 മാർക്ക് നൽകേണ്ടത്. ഫ്രീ ബീസ് കൊണ്ട് ടീകോമിനെ വരവേൽക്കാൻ കാത്തുനിന്നവരെ തടഞ്ഞു നിർത്തി ഇൻഫോ പാർക്കിനെ അടക്കം സ്മാർട്ട് സിറ്റിയിൽ നിന്നും അടർത്തിയെടുത്ത് സർക്കാരിന് അനുകൂലമായ വ്യവസ്ഥകൾ ഒരുക്കിയെടുത്തത് അന്നത്തെ കാലത്തെ ഇടതുപക്ഷ സർക്കാരായിരുന്നെന്നും ഓർക്കേണ്ടതുണ്ട്. ഇന്ന് അതേ സ്ഥലത്തെ ആ വ്യവസ്ഥകളുടെ ലംഘനം നടത്തിയ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് രക്ഷപ്പെടുത്താനുള്ള വഴി തെരഞ്ഞെടുക്കുന്നതും ഒരു ഇടത് സർക്കാരാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ ആണെന്നത് വിരോധാഭാസം തന്നെയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് തന്നെ ടീകോമിന് വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു നിയന്ത്രണവുമില്ലാത്ത സ്ഥലമാറ്റത്തെ VS അച്യുതാനന്ദൻ എതിർത്തിരുന്നു. സർക്കാരിന് ഒരു നിയന്ത്രണമില്ലാതെ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീകോമിന് ഭൂമി വിട്ടു നൽകുന്ന നീക്കത്തെ VS അംഗീകരിക്കാനാവില്ലായിരുന്നു. ഇത് IT മേഖലയെ വികസനത്തിനല്ല മറിച്ച് ഭൂമാഫിയ കച്ചവടത്തിന് വഴിയൊരുക്കുമെന്നും VS ആശങ്കപ്പെട്ടു. വ്യവസായത്തിനുള്ള സ്ഥലം വ്യവസായത്തിന്, അവിടെ അവർക്ക് ഒരു എലൈറ്റ് കോളനി നിർമ്മിക്കുകയല്ല സർക്കാരിന്റെ പണിയെന്നായിരുന്നു VSന്റെ നിലപാടെന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൽ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് C. മാത്യു പറയുന്നുണ്ട്. 2005 പ്രത്യേക സാമ്പത്തിക മേഖലയുടെ അതായത് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുകയും പുതിയ രൂപത്തിൽ 2005 ആക്ടോടെ അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അന്ന് സ്പെഷ്യൽ എക്കണോമിക് സോണുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന 246 ഏക്കർ പദ്ധതിയല്ലാതെ മറ്റ് 10-18 പ്രത്യേക സാമ്പത്തിക മേഖല പദ്ധതികൾ അനുമതിക്കായി സർക്കാരിന് മുന്നിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടീകോമിനെ ക്ഷണിക്കുമ്പോൾ സ്മാർട്ട് സിറ്റി എന്ന 200 ഏക്കറിലധികം ഭൂമി ആവശ്യമായ പദ്ധതിക്കപ്പുറം കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി തുടക്കമിട്ടുവെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS സംശയിച്ചിരുന്നു. ITയുടെ പേരിൽ കേരളത്തിൽ ഭയങ്കരമായ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ശ്രമം തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ നേതാവ് VS അക്കാര്യം അന്ന് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സൂചിപ്പിച്ചിരുന്നു. പിന്നീടാണ് കരാറിൽ അത് തടയുന്നതിനായുള്ള വ്യവസ്ഥകൾ എഴുതി ചേർത്തത്. VS സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും വെള്ളവും വളവും ഒഴിച്ച് നട്ടു വളർത്താൻ ശ്രമിച്ച പദ്ധതിക്കാണ് വർഷങ്ങൾക്ക് ശേഷം പിണറായി സർക്കാർ ചരമക്കുറിപ്പ് എഴുതുന്നത്. സംസ്ഥാനത്തെ വ്യവസായിക സ്ഥാപനങ്ങൾ തഴച്ചു വളരുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന LDF സർക്കാർ വലിയ തോൽവിയാണെന്ന് മനസ്സിലാക്കാൻ സ്മാർട്ട് സിറ്റിയുടെ നാശം മാത്രം മതിയാകും.